LDF വരും, എല്ലാം ശരിയാകും. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. വെള്ളം കള്ള് നല്ല രീതിയിൽ കൊടുത്താൽ അത് ഏറ്റവും പോഷക സമൃദ്ധമായ ഒന്നായിരിക്കും. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും. ഇപ്പോ കേരളത്തിൽ 559 വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകൾക്കാണ് അനുമതിയുള്ളത്. പക്ഷേ 309 ഷോപ്പുകൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവ തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കും. LDF വരും, എല്ലാം ശരിയാകും. മദ്യനയം സുതാര്യമായിരിക്കും, അഴിമതിയില്ലാത്തതായി. LDF വരും, എല്ലാം ശരിയാകും. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. സിത്തപ്പൻ തന്നെ പറഞ്ഞത് കേട്ടു നിങ്ങള്? എന്ത്? തെങ്ങിന്റെ കള്ളു കുടിച്ചാൽ മതി, പോഷകാന്ന്. ഇത് കള്ള് ലിക്കറല്ല, കള്ള് യഥാർത്ഥത്തിൽ നല്ലൊരു പോഷകാഹാര വസ്തുവാണ്. ഞാൻ അടിക്കാറില്ല, അടുപ്പിക്കാറില്ല. കുടിക്കോ? ഞാൻ കുടിക്കാറില്ല, കുടിപ്പിക്കാറില്ല. വലിക്കോ? ഞാൻ വലിക്കാറില്ല, വലിപ്പിക്കാറേ ഉള്ളൂ. അപ്പൊ സെറ്റപ്പ് ആക്കില്ല, സെറ്റപ്പ് ആക്കി കൊടുക്കാറുണ്ട്. അത് രാവിലെ എടുത്ത ഉടനെ തന്നെ അത് ഉപയോഗിക്കുന്നതിൽ വലിയ കുറ്റം പറയാനോ അല്ലെങ്കിൽ അത് ലഹരിയായി മാറുന്നില്ല. അത് അങ്ങോട്ടേക്ക് നോക്കൂ. എനിക്കിപ്പോ തന്നെ ശരിക്കും മനസ്സിലായി. നമ്മൾ തമ്മിൽ സഹകരിച്ചു പോകാൻ ബുദ്ധിമുട്ടാ. നമ്മൾ തമ്മിൽ ശരിയാവില്ല.